ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്ന് തുറന്നടിച്ച് തോമസ് ഐസക്. പാർട്ടിക്കാരുടേതല്ല, ജനങ്ങളുടേതാണ്. പാർട്ടിക്കുള്ളിൽ അച്ചടക്കം സ്വയം തീരുമാനിച്ചെടുക്കണം. അത് മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാകരുത്. തെരഞ്ഞെടുപ്പിൽ പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ പോലും ലഭിച്ചില്ല. തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു. ചിലപ്പോഴൊക്കെ നിശിതമായ വിമർശനം ജനങ്ങൾ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ അനുഭാവിത്വത്തിലൊരു ഭാഗം വോട്ട് ചെയ്തില്ലല്ലോ, എതിരായിട്ട് വോട്ട് ചെയ്തല്ലോ. അപ്പൊ അതിന് എന്താ ചെയ്യണ്ടേ? എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു? അത് മനസ്സിലാക്കി തിരുത്താൻ വേണ്ടത്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒറ്റക്കൊറ്റക്ക് മാത്രമല്ല, ഇങ്ങനെയുള്ള സംവാദങ്ങൾ ഉണ്ടാവണം. എന്താണ് പെശക്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എലിയനേഷൻ വന്നത്? പാർട്ടി പ്രവർത്തകരുടെ ഒരു പെരുമാറ്റ ശൈലി അത് തൃപ്തികരമല്ലതാണോ? അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്, അതിലുള്ള ദേഷ്യമാണ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ അനിഷ്ടമാണ്. തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെ ഒന്നാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് CPM-ന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇപ്പോൾ CSDS ഹിന്ദു സർവേ വരാറുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോഴെങ്കിലും ഒരു വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കാണ് പിന്തുണയെന്ന് നോക്കും. CPM-ന്റെ 80% വോട്ടും ഒരു ഏറ്റവും താഴത്തുള്ള 40% നിന്നും വരുമാനം കുറയും തോറും, ഓരോ ക്ലാസ് വരുമാനം കുറയും തോറും CPM-ന്റെ പിന്തുണ വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. അത് വളരെ പാവപ്പെട്ടവരൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അവരെങ്ങനെയാണ് ഇതുവരെ കൂടുതൽ നിന്ന സ്ഥലത്ത് നിന്നും മാറിയത്? ഇതൊക്കെ തുറന്ന് പരിശോധിക്കേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ എന്തുമാകാമെന്ന അവസ്ഥയുണ്ടെന്നും സൈബർ സഖാക്കൾ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുകയാണെന്നും തോമസ് ഐസക് വിമർശിച്ചു. MG മിഥുൻ ചേർന്നു. മിഥുൻ, ഭരണവിരുദ്ധ വികാരമല്ല തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി പറയുന്ന സാഹചര്യത്തിലും സർക്കാരിനോടുള്ള അനിഷ്ടം ഇതിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് തുറന്നു പറയുന്നു തോമസ് ഐസക്. അത് ഏത് തരത്തിലുള്ള ഒരു ചർച്ചകൾക്ക് ആയിരിക്കും വഴിവെക്കുക? നേരിട്ട് മുഖ്യമന്ത്രിയെ, നേരിട്ട് മന്ത്രിമാരെ, അല്ലെങ്കിൽ ഭരണ പരിഷ്കാരങ്ങളെ, ഭരണശൈലിയൊക്കെ വിമർശിക്കുന്നുണ്ടോ തോമസ് ഐസക്? ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ നേതൃത്വത്തിനെതിരെയും വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ തോമസ് ഐസക് തന്നെ CPM-നെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായുള്ള വലിയ തോൽവി അത് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് തുറന്ന മനസ്സോടെ പരിശോധിക്കണമെന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ഇത്തവണ കിട്ടിയിട്ടില്ല. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാത്തത് അത് വലിയ രീതിയിൽ തിരിച്ചടിയായി. അത് CPM-ന്റെ അനുഭാവികൾ പോലും ഇത്തരത്തിൽ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. കൂടാതെ തന്നെ സർക്കാരിനെതിരെ പല അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം അത് കൃത്യമായി പാർട്ടി പരിശോധിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് പ്രധാനമായും തോമസ് ഐസക് ഉന്നയിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു വിഷയത്തിൽ പാർട്ടിക്കാരുടേതല്ല, ജനങ്ങളുടേതാണ് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചടിയിലേക്ക് പോയത് എന്നാണ്. ഇത് തിരുത്താൻ അതിനുവേണ്ടിയുള്ള സംവാദങ്ങൾ ഉണ്ടാകണം. പാർട്ടിയിൽ അത് കൃത്യമായി പരിശോധിക്കണം. ചിലപ്പോഴൊക്കെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ജനങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിലെ അനുഭാവികൾ അത് വോട്ട് ചെയ്യാത്തതിന് കാരണം അത് ഇത് തന്നെയാണ്. അതൊക്കെയാണ് അദ്ദേഹം ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നത്. കൂടാതെ പത്തനംതിട്ടയിൽ അദ്ദേഹമായിരുന്നു LDF-ന്റെ സ്ഥാനാർത്ഥി. അവിടെ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതൊക്കെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഈ വലിയ രീതിയിലുള്ള വിമർശനം CPM-നെതിരെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് തോമസ് ഐസക് തന്നെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ സൈബർ സഹാക്കൾക്കെതിരെയും അദ്ദേഹം വിമർശനം ഉയർത്തുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ എന്തുമാകാമെന്നുള്ള ചിന്തയുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ തന്നെ പറയാൻ ശീലിക്കണം. സൈബർ പോരാളികൾ
പക്ഷമില്ലാത്തവരെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. അവരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന പല പദപ്രയോഗങ്ങളും ഒപ്പം തന്നെ വെല്ലുവിളികളും ഇവർ ഉയർത്തുന്നുണ്ട്. വിപരീത ഫലമാണ് ഇത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത്. അത് വലിയ രീതിയിൽ കനത്ത തിരിച്ചടി CPM-ന് തന്നെ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവർക്കെതിരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് തരത്തിലല്ല, കൂടാതെ വ്യക്തിപരമായ ഏതെങ്കിലും ഹാൻഡിലിനെ പറയുന്നതല്ല, പക്ഷേ ഇത് തിരുത്താൻ ഇവർ തയ്യാറാകണം എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിൽ പരോക്ഷ വിമർശനവുമായി ഘടകകക്ഷികൾ മാറി നിൽക്കണമെന്നുള്ള അഭിപ്രായവുമായി രംഗത്ത് വരുന്നതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ തോമസ് ഐസക് തന്നെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടി ഇത്തരത്തിൽ പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മിഥുൻ, അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ എന്തുമാകാം എന്ന അവസ്ഥയുണ്ടെന്നും സൈബർ സഖാക്കൾക്കെതിരെയും തോമസ് ഐസക്കിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. അതിലേക്ക് കൂടി പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നാൽ എന്തും പറയാം എന്നുള്ളൊരു ശീലമായിട്ടുണ്ട്. അതിനുള്ള ഫ്രീഡം ഉണ്ടെന്നുള്ളത് പൗരന്മാരൊക്കെ ഉണ്ട്, പക്ഷേ CPM മെമ്പർ ഒന്നും കഴിയില്ല. അപ്പോൾ ഞങ്ങളത് തിരുത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയാം, അവരിൽ നിന്നുള്ള അറ്റാക്കിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഔദ്യോഗിക വിങ്ങ് മാത്രം പോരാ. ഇന്നത്തെ പോലെ തന്നെ ഇടതുപക്ഷ ഹാൻഡിലുകൾ ഒത്തിരി വേണം, ഒത്തിരി പേര് പോരാളികളായിട്ട് സ്വയം ഇറങ്ങണം. പക്ഷെ ചില അനഭിലഷണീയ പ്രവണതകളുണ്ട്. അതിവിടെ മാത്രമല്ല, അപ്പുറത്തും ഒക്കെ ഉള്ളത് തന്നെയാണ്. ഒരു നമ്മൾ ആരെ അഡ്രസ്സ് ചെയ്യണേ, ഈ പ്രത്യേകിച്ച് അപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരനെ അഡ്രസ്സ് ചെയ്തിട്ട് പ്രത്യേകിച്ച് നേടാനില്ല. നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആളുകളെ വേണമെങ്കിൽ ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറയാം. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷമില്ലാത്ത ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങൾ തുടങ്ങിയവരൊക്കെ. അതാണ് ടാർഗറ്റ് ഗ്രൂപ്പ് വരുന്നത്. അവരെയൊക്കെ അകറ്റുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും ശൈലികളും വെല്ലുവിളികളും ഇതെല്ലാം അത് നമ്മൾ എന്തിനാണോ സോഷ്യൽ മീഡിയ ഇടപെടുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. MG മിഥുനിലേക്ക് വീണ്ടും. മിഥുൻ, തോമസ് ഐസക്കും മറ്റ് CPM നേതാക്കളെ പോലെ തന്നെ തോമസ് ഐസക്കും സൈബർ സഖാക്കൾക്കെതിരെ, അത്തരം ഗ്രൂപ്പുകൾക്കെതിരെയുള്ള കടുത്ത വിമർശനം ഉന്നയിക്കുന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിമർശനങ്ങൾ ശക്തമാക്കുന്ന ഒരു കാഴ്ച കൂടി ഇതിനകത്ത് കാണുന്നുണ്ടല്ലേ? തീർച്ചയായും പറഞ്ഞ, അതായത് സൈബർ ഇടങ്ങളിലെ ഈ വിമർശനങ്ങൾ അത് വലിയ രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായി CPM-നെതിരെ വോട്ടായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പോരാളി ഷാജി അടക്കമുള്ള ഹാൻഡിലുകൾ കണ്ടെത്തണമെന്നുള്ളൊരു നിർദ്ദേശം പോലീസിന് മുമ്പിലേക്ക് CPM തന്നെ നേരിട്ട് പറയുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. വടകരയിലടക്കം കാഫിർ പ്രയോഗം വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ചു കയറാൻ സാധിച്ചത് ഇത്തരത്തിലുള്ളൊരു പരാമർശം കൊണ്ട് കൂടിയാണ് എന്നുള്ളൊരു കണക്കുകൂട്ടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തൽ പാർട്ടിക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തോമസ് ഐസക് തന്നെ ഇതിനെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ എന്തുമാകാമെന്നുള്ള ഒരു വിചാരം ഈ ഇത്തരത്തിൽ സൈബർ പോരാളികൾക്കുണ്ട്. അത് തെറ്റാണ്, അത് തിരുത്തണം. ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പാർട്ടിയിൽ തന്നെ പറയുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ചില അനഭിലഷണീയ പ്രവണതകൾ അത് കാണാതിരുന്നുകൂടാ, അത് കൃത്യമായി പറയുകയും വേണം. സൈബർ പോരാളികൾ പക്ഷമില്ലാത്തവരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. സാധാരണക്കാരായ ഇത്തരത്തിൽ പക്ഷമില്ലാത്ത ആളുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്. അവരെ അഡ്രസ്സ് ചെയ്ത് വേണം മുന്നോട്ട് പോകണം. അത് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയതാണ് വലിയ തിരിച്ചടിയാവാൻ കാരണം. ഒപ്പം തന്നെ അവരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന തരത്തിലുള്ള പല പദപ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ വെല്ലുവിളികൾ ഇത്തരത്തിൽ സൈബർ പോരാളികൾ നടത്തുന്നുണ്ട്. അതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കൃത്യമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വിപരീത ഫലമായി വരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് തിരുത്താൻ ഇവർ തയ്യാറാകണം. ഇത്തരത്തിൽ ഓരോ വ്യക്തികളെ എടുത്തു പറയുകയല്ല, ഓരോ ഹാൻഡിലിനെ എടുത്തു പറയുകയല്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ സൈബർ പോരാളികൾ കറക്റ്റ്, അതായത് പക്ഷാപാതമില്ലാത്ത രീതിയിൽ കൃത്യമായി തന്നെ കൃത്യമായ കാര്യങ്ങൾ പറയാൻ തയ്യാറാകണം. ഇത്തരത്തിൽ വെല്ലുവിളികളോ അല്ലെങ്കിൽ മറ്റ് പദപ്രയോഗങ്ങളോ നടത്തി ഒരു വെല്ലുവിളിയിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ നിശ്ചിതമായ വിമർശനങ്ങളിലേക്കോ കടക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുകയാണ്. അവർ MG മിഥുൻ വിവരങ്ങൾ നൽകിയത്.